പോകുന്നത്? ഗൾഫ് മേഖല മുഴുവനും യുദ്ധത്തിലേക്ക് അമർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ കയ്യില് ഇപ്പോഴും അവരുടെ മിസൈൽ ശേഖരത്തിന്റെയും ഡ്രോൺ ശേഖരത്തിന്റെയും 40% മാത്രമേ നശിപ്പിക്കപ്പെട്ടുള്ളൂ എന്നൊക്കെയാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും നൂറുകണക്കിന് മിസൈലുകളും ഒരുപക്ഷെ അനവധി ഡ്രോണുകളും അവരുടെ കയ്യിലുണ്ട് എന്നതാണ് വിവരം. അപ്പൊ അതുകൊണ്ട് ആ മേഖലയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയോ ഹോർമുസ് ഇടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയോ ആക്രമിക്കുന്നതിനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. പക്ഷെ എങ്കിലും ഈ യുദ്ധം അങ്ങനെ അനന്തമായി നീളും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ മാനങ്ങളിലേക്ക് യുദ്ധം മാറണമെങ്കിൽ അമേരിക്ക കരയുദ്ധം ആരംഭിക്കണം. അത് ഖാർഗ് ഐലൻഡ് അടക്കം പിടിച്ചെടുത്തുകൊണ്ട് ബന്ദർ അബ്ബാസ് പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു കരയുദ്ധം അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഗതി മാറും. അതോടൊപ്പം ആഭ്യന്തര സംഘർഷങ്ങൾ കൂടി രൂപപ്പെടുന്നുണ്ട്. അതിലിപ്പോ കുർദിഷ് മിലീഷ്യയായിട്ടുള്ള പെഷ്മാർഗയും അതുപോലെ IRGCയും തമ്മിൽ പല സ്ഥലങ്ങളിലും സംഘർഷങ്ങൾ ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുപോലെ സുന്നി ഭൂരിപക്ഷ പ്രോവിൻസായ സിസ്താൻ പ്രോവിൻസ്, ബലൂചിസ്ഥാൻ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോവിൻസാണ് സിസ്താൻ പ്രോവിൻസ്. അവിടെ സിസ്താൻ പ്രോവിൻസിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തിപ്പെടുന്നതായിട്ട് ഉള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പം ഇറാനകത്തും പുതിയ സംഘർഷ മേഖല രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചിമേഷ്യക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ മാറിയിട്ടുള്ള ലോകത്തിന്റെ കൺസേണായി മാറിയത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതമാണ്. യഥാർത്ഥത്തിൽ ഇറാൻ ആണവ ശക്തിയായി മാറുന്നത് തടയുക എന്ന പ്രാഥമികമായ ലക്ഷ്യമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, അതുപോലെ ഇറാന്റെ പ്രോക്സികളെ സഹായിക്കുന്നത് അവസാനിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ അമേരിക്കയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ആണവായുധം നേടുന്നത് തടയുക എന്ന ലക്ഷ്യമോ ഒന്നും നേടാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അത് ഒരു സ്വതന്ത്ര നാവിക ഗതാഗതം വരുത്തുക എന്ന മിനിമം പോയിന്റിലേക്ക് ചുരുങ്ങാൻ അമേരിക്ക നിർബന്ധിക്കപ്പെട്ടു. അപ്പോ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുൻനിർത്തിയാണ് കഴിഞ്ഞ ജൂൺ 7 MOUയിൽ ഒപ്പുവെക്കുന്നത്. പക്ഷെ MOUയിൽ ഒപ്പുവെക്കുമ്പോഴും ഇറാന്റെ മേലെയുള്ള ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കുവാനോ ഇറാന്റെ മരവിപ്പിച്ച അസറ്റുകൾ തിരിച്ചു കൊടുക്കുവാനോ ഗൾഫ് മേഖലയിലും അതുപോലെ ഗൾഫ് ഓഫ് ഈഡനിലടക്കമുള്ള അമേരിക്കയുടെ നാവിക സാന്നിധ്യത്തെ കുറയ്ക്കുവാനോ നാവിക ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കുവാനോ ഒന്നും അമേരിക്ക തയ്യാറായിട്ടില്ല എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്ന നിലയ്ക്ക് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു MOU ഒപ്പുവെച്ചത് ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ ആ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് അർത്ഥസമ്പൂർണമായ നടപടികൾ ഒന്നും തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് വാസ്തവമാണ്. അതിനിടയിലാണ് ഡെത്ത് ടു ട്രംപ് എന്നൊക്കെയുള്ള ബാനറുകൾ ഉയർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമോഷണൽ ഡ്രാമയെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇറാനിലെ 159 ഇടങ്ങളിൽ മാരകമായ ബോംബിംഗ് ഉണ്ടായി എന്ന് പറയുന്നു. അതിനിടയ്ക്ക് ചില കേന്ദ്രങ്ങളിൽ ഇസ്രായേലോ അമേരിക്കയോ അല്ലാത്ത വേറെ ഏതോ രാഷ്ട്രങ്ങൾ ബോംബ് ചെയ്തതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. അത് UAE ആണെന്ന് IRGCയുടെ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനൊന്നും സാധൂകരണമുള്ളതല്ല, പലവിധ വാർത്തകളായി പ്രചരിക്കുന്നതെന്നാണ്. ഇതുവരെയുള്ള ഒരു യുദ്ധത്തിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അമേരിക്കക്കെതിരായിട്ട് ഇറാൻ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ നാവിക താവളങ്ങളും അവരുടെ വിമാനത്താവളങ്ങളും ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഇറാൻ ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയുടെ മുൻകാല സൈനിക നടപടികൾ അതിനുള്ള മറുപടി എന്ന രീതിയിൽ കണ്ണിന് പകരം കണ്ണെന്ന പ്രത്യാക്രമണ പരമ്പര തുടർന്നു കഴിഞ്ഞാൽ അത് IRGC ഈ രീതിയിൽ ആക്രമണം ഘടിപ്പിച്ചാൽ അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത് വളരെ കഷ്ടകരമല്ലേ? പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ തന്നെ മലയാളികളടക്കം നിരവധി പ്രവാസികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഏറെ ഭീതിയോടെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ കൂടിയല്ലേ? ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ യുദ്ധത്തിനൊരു അറുതി വരുത്താനായി സാധിക്കില്ല എന്നാണോ ഇപ്പൊ മുന്നോട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്?
അല്ല, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതാണ് അതിലെ ക്രക്സ്, അതാണ് അതിലെ പോയിന്റ്. അതായത് ഗൾഫ് മേഖലയിൽ ഇന്ത്യക്കാര് മാത്രം 1 കോടിയോളം ഇന്ത്യൻസ് അവിടെയുണ്ട്. 90 ലക്ഷത്തോളം ആളുകൾ അവിടെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ട്. 10 ലക്ഷത്തോളം ആളുകൾ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് തൊഴിലാളികൾ അവിടെ ആണ് യഥാർത്ഥത്തിൽ ഈ ഗൾഫ് മേഖലയെ ഒരു വലിയ സംസ്കൃതിയുടെ കേന്ദ്രമായി നിലനിർത്തുന്നത്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതിനുമേലെ ഏകപക്ഷീയമായി അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ മിണ്ടാതിരുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ച സമയത്ത് അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് ഉടനെ തുറന്നു കൊടുക്കണം എന്ന് വാദിക്കുന്നതിൽ ന്യായമില്ല എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഈ യുദ്ധത്തിന് ഒരുവിധ സഹായവും ചെയ്യാത്ത ഒരു രാജ്യം, ഒരു കൂട്ടായ്മയാണ് കേട്ടോ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും കഠിനമായി ട്രംപിനെ വിമർശിക്കുകയും ഇറാനെ ആക്രമിച്ച് ശരിയായില്ല എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല സ്പെയിനും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കക്കെതിരായി ശക്തമായ നിലപാടെടുത്തു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും പോലും അവരുടെ കപ്പലുകൾക്ക്, യുദ്ധാവശ്യങ്ങൾക്കായി വരുന്ന കപ്പലുകൾക്ക് തുറമുഖങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം പോലും നിഷേധിച്ച രാജ്യമാണ് സ്പെയിൻ. ഇറ്റലിയും സമാനമായ നിലപാട് സ്വീകരിച്ചു. അതേസമയം ഇന്ത്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ആ മേഖലയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ജപ്പാനും ഒക്കെയാണ്. നോർത്ത് കൊറിയ തുടങ്ങിയിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതവും ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിശക്തമായി രംഗത്ത് വരുന്നതിൽ ഈ രാജ്യങ്ങളൊക്കെ പരാജയപ്പെട്ടില്ലേ? ഒരു ഗ്ലോബൽ കൺസെൻസസ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അമേരിക്ക എന്ന സൂപ്പർ പവർ ഏകപക്ഷീയമായി ആക്രമണം നടത്തി. അപ്പൊ അതിനോടുള്ള പ്രതികരണമാണ്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലെടുക്കല്ലാതെ അവർക്ക് ഈ യുദ്ധത്തെ പ്രതിരോധിക്കുവാനോ അവരുടെ മണ്ണിൽ യുദ്ധം എത്തിക്കാതിരിക്കാൻ മറ്റൊരു വഴിയില്ല. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കഴിയും. അത് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ്. അതിന് അത്യന്താധുനിക ആയുധങ്ങളോ സാങ്കേതിക വിദ്യയോ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇറാൻ തീരത്തോട് തൊട്ട് കിടക്കുന്ന ഈ കടലിടുക്കിലൂടെയുള്ള നാവിക ഗതാഗതത്തെ അവർക്ക് നിർണായകമായി നിയന്ത്രിക്കാൻ സാധിക്കും, അത് ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ ഒരു നെഗോഷിയേഷൻ ടേബിളിലെ ഇറാന്റെ കയ്യിലുള്ള ബാക്കിപത്രം. അവരുടെ ഒരുപക്ഷെ ആയുധങ്ങളിൽ മഹാഭൂരിപക്ഷം തകർത്തിട്ടുണ്ടാവും. അവരുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾ വലിയ നാശം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ തകർന്നടിഞ്ഞിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥ കഠിനമായ വിരോധത്താൽ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലാണ് രാജ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ എടുത്തു നോക്കുമ്പോഴും അവർക്ക് നെഗോഷിയേഷൻ ടേബിളിൽ വെക്കാവുന്ന ഒരു പോയിന്റ് ഇത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് അതിൽ തന്നെ സ്ട്രെസ് ചെയ്യും. മറ്റൊന്ന്, അവരുടെ മൂക്കിന് താഴെ കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ നഗരങ്ങളും അവരുടെ ജനാധിപത്യ കേന്ദ്രങ്ങളും അവിടെയുള്ള അമേരിക്കയുടെ നാവിക താവളങ്ങളും അവരുടെ വ്യോമതാവളങ്ങളും ഒക്കെ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രാജ്യത്തിന് പ്രതിരോധിക്കാൻ അത്രയും പറ്റുള്ളൂ. അതല്ലാതെ അമേരിക്കയിലേക്ക് മിസൈൽ അയക്കാനുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലൊന്നും ഇറാന്റെ കൈവശമില്ല. അപ്പോൾ അവർക്ക് ഒരു പ്രതിരോധം എന്ന നിലയിൽ ഈ ഗൾഫ് മേഖലയെ കത്തിക്കുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. ആ പണിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമാധാനം എന്നത് ഉണ്ടാകണമെങ്കിൽ ഇറാന്റെ മണ്ണിൽ എത്തിയിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം. അതോടൊപ്പം ഈ ഗൾഫ് രാജ്യങ്ങളുടെ മേലെ ഇറാന്റെ ഒരു ത്രെട്ട് ഉണ്ട്. അത് 1979 മുതൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്നതും വാസ്തവമാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഒക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അത് അമേരിക്കയും ഇറാനും തമ്മിൽ മാത്രം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതുകൊണ്ട് സാധിക്കില്ല. അതിന് അവരുടെ ആണവ പദ്ധതി ആണവായുധം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടി ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഒരു കരാർ ഉണ്ടായി. അത് P5+1 കരാർ എന്നാണല്ലോ അറിയപ്പെടുന്നത്, ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. അത് 2014 ഒപ്പുവെച്ച് നടപ്പിലാക്കിയതാണ്. അതിൽ ഈ യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ജർമ്മനി, പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങളായ 5 രാജ്യങ്ങൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുപോലെ റഷ്യയും ചൈനയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സമാധാന പദ്ധതി മാത്രമേ ഈ മേഖലയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം ഈ യുദ്ധം ഓൾറെഡി ഇന്റർനാഷണലൈസ് ചെയ്യപ്പെട്ടു. ഇറാൻ ഒറ്റയ്ക്കല്ല. ഇറാന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പിന്തുണയും സൈനികമായി പിന്തുണയും നൽകിക്കൊണ്ട് ചൈനയും റഷ്യയും രംഗത്തുണ്ട്. ആ മേഖലയിലെ പല രാജ്യങ്ങളിൽ നിന്നും തന്ത്രപരമായ സഹകരണം ഇറാൻ ലഭിക്കുന്നുണ്ട്.
അതേസമയം അമേരിക്ക, ഇസ്രായേൽ സഖ്യവും ഗൾഫ് രാജ്യങ്ങളും അവരുടെ സഖ്യശക്തികളും ഇതിനെതിരായിട്ട് അവിടെ അണിനിരക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിലവിലത് ഇറാനും ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് ഈ യുദ്ധമുഖത്ത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ അയക്കുകയും ഡ്രോണാക്രമണം നടത്തുകയും ചെയ്യുന്നതെങ്കിലും ലോകത്തിലെ നിരവധി രാഷ്ട്രങ്ങൾ, അതിൽ തന്നെ വൻശക്തി രാഷ്ട്രങ്ങളായ ചൈനയും റഷ്യയും അമേരിക്കയും ഒക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഈ വൻശക്തി രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഒരു വലിയ സാധ്യത മുന്നിൽ വെക്കുന്നത് ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങൾക്കും ബാധ്യതയുണ്ട്. കാരണം ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസസ് അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ്. അത് ഉറപ്പുവരുത്തുന്നത് ലോകരാജ്യങ്ങളിലെ വിവിധ മേഖലയിലുള്ള മനുഷ്യരുടെ ജീവിതവും അവരുടെ ജീവിത സൗകര്യങ്ങളും കൃഷിയും ഒക്കെ ഉറപ്പുവരുത്താൻ ഇത് അനിവാര്യമാണ്. അപ്പോൾ ഇതിന്റെ ബെനിഫിഷ്യറീസ് ലോക സമൂഹം ആസ് എ ഹോളാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇറാന്റെ ഒരു സവിശേഷമായ വിഷയമുണ്ട്. അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റിനെ നേരിടുകയാണ് ഇറാൻമാരുടെ രാഷ്ട്രം. അവർക്ക് അതിജീവിക്കണ്ടേ? ഇപ്പൊ സാർ ആ ഒരു തലത്തിൽ തന്നെ, അതായത് ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നു, അത് ഒട്ടും തന്നെ പോരാ, അതല്ലെങ്കിൽ ഖത്തറിന്റെ ഭാഗത്തു നിന്നും മീഡിയേഷൻ ശ്രമങ്ങൾ ഉണ്ടായാലും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു ത്രെട്ട് നേരിടുന്ന ഒരു സാഹചര്യം. അപ്പൊ ഈ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയെന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ചബഹാർ തുറമുഖം അടക്കം ആക്രമിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ ആകുലത വർദ്ധിപ്പിക്കുന്നതാണ്. ഈ പറയുന്നത് പോലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിരവധി പ്രവാസികളുണ്ട്, അതിൽ ഇന്ത്യക്കാരടക്കം ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ കൂടി ഒരു മിഡിൽമാൻ എന്ന രീതിയിൽ, ഇതിൽ ഒരു മീഡിയേഷൻ എന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അമേരിക്കയും ഇറാനും അറിഞ്ഞും അറിയാതെയും നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നിരാകരിക്കാനും കഴിയില്ലല്ലോ. അല്ല, അവരങ്ങനെ ട്രൈ ചെയ്യുന്നു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ. ഇന്ത്യ നേരിട്ടതിൽ ഇടപെടണമെന്നാണ് എന്റെ വാദം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗൾഫ് മേഖല നമ്മളുടെ രണ്ടാം വീടാണ്. ഗൾഫ് മേഖലയിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി സെക്യൂരിറ്റിയെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചൈനയും ജപ്പാനും ഒക്കെ ബാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനർജി സെക്യൂരിറ്റിക്കോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കോടി മനുഷ്യർ അവിടെയുണ്ട്. അവരുടെ ജീവനും സ്വത്തും കൂടി നമ്മളുടെ പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അതുകൊണ്ട് ഇപ്പൊ ഇറാനോ അമേരിക്കയോ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, നമ്മളുടെ രാഷ്ട്ര താല്പര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര നാവിക വ്യാപാരവും ഗൾഫ് മേഖല ഒരു സുസ്ഥിര ഉപമേഖലയായി തുടരേണ്ടുന്നതും അതൊരു നിരന്തര സംഘർഷ മേഖലയായി നിലനിന്നാൽ അത് ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഒന്ന് ഭാരതമായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ദേശ താല്പര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമെന്ന നിലയിൽ അതിൽ കുറച്ചുകൂടി സജീവമായിട്ട്, അതായത് മുന്നൊരുക്കത്തോടു കൂടി തന്ത്രപരമായി അതിൽ ഇടപെടുകയും അവിടെയുള്ള സംഘർഷം ഡിഫ്യൂസ് ചെയ്യാനുള്ള ഇടപെടൽ നടത്തുകയും വേണം. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഇപ്പൊ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനെ പോലെ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമല്ല. പാകിസ്ഥാനൊക്കെ ഒരു എന്താ പറയുക, പോസ്റ്റ്മാന്റെ ജോലി ചെയ്യുന്നു എന്നാണ് പല നിരീക്ഷകരും പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇറാനെ സ്വാധീനിക്കാനോ അമേരിക്കയെ സ്വാധീനിക്കാനോ ഇസ്രായേലിനെ സ്വാധീനിക്കാനോ എന്തെങ്കിലും ശേഷി പാകിസ്ഥാൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ മധ്യസ്ഥം വഹിക്കുന്ന രാജ്യത്തിനൊരു ഗുഡ് വിൽ ഉണ്ടായിരിക്കണം. പാകിസ്ഥാന് ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ഗുഡ് വിൽ ഉണ്ടാകാത്ത ഒരു രാജ്യമാണ്. ഒരുപക്ഷെ ഇന്നിപ്പോ പശ്ചിമേഷ്യയിലെ ഒരു സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ അത് ഫലസ്തീൻ സംഘർഷത്തിലാണെങ്കിലും ഈ ഇറാൻ സംഘർഷത്തിലാണെങ്കിലും ഒരു ഗുഡ് വിൽ, ഒരു മധ്യസ്ഥം എന്നതിൽ ഒരുപക്ഷെ അവിടുത്തെ രാജ്യങ്ങളും അമേരിക്കയും അടക്കമുള്ള വൻശക്തികളും അംഗീകരിക്കുന്ന ഒരു ശക്തി ഭാരതമായിരിക്കും. ആ ഒരു ഗുഡ് വിൽ നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുമൊക്കെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചത്, ബരാക് ഒബാമ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അയാളെ P5+1 കരാർ രൂപപ്പെടുത്തി, ജോയിന്റ് കോംപ്രിഹെൻസീവ് ആക്ഷൻ ഓഫ് പ്ലാൻ രൂപപ്പെടുത്തി. അതുപോലെ ഇന്ന് ഈ പ്രശ്നത്തിലൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് ഇസ്രായേലോ ഇറാനോ അമേരിക്കയോ ഏകപക്ഷീയമായി വിചാരിച്ചാൽ പറ്റില്ല. അവിടെ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ കൂട്ടിയിണക്കിക്കൊണ്ട് പ്രത്യേകിച്ച് വൻശക്തി രാജ്യങ്ങളെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഇന്ത്യയുമായിരിക്കും. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്ന, ഇവർക്ക് കൂടി ഉത്തരവാദിത്വമുള്ള ഒരു സമാധാന പദ്ധതി, ഒരു പീസ് പ്രോസസ് മാത്രമേ അവിടുത്തെ സംഘർഷത്തിന് സ്ഥിരപരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ സംഘർഷത്തിന് സ്ഥിരപരിഹാരം ഉണ്ടാക്കേണ്ടത് ലോക ജനതയുടെ ആവശ്യമാണ്.
അപ്പോൾ ആ രൂപത്തിൽ ഉള്ള ഒരു ഇന്റർവെൻഷൻ ഈ സംഘർഷത്തിൽ ഉണ്ടാവണം. പക്ഷേ ഇപ്പോൾ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അവിടെ കുറെ അമേരിക്കക്കാർ കുറെ കൊണ്ട് ബോംബിടുന്നുണ്ട്. അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാനും കുറെ മിസൈലുകൾ അയക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി എണ്ണ വിതരണം ഡിസ്റപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കും എന്നുള്ള നിലയിലൊക്കെ ആണ് ഇന്ന് പല വൻ ശക്തികളായിട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെയും നിലപാട് എന്നത് സങ്കടകരമായ വസ്തുതയാണ്. അവിടെ ഒരു ഇന്റർവെൻഷൻ നടത്താൻ യുണൈറ്റഡ് നേഷൻസ് ഇല്ല, മറ്റേതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികളുമില്ല. ഇതാണ് ഈ സംഘർഷത്തെ വീണ്ടും മുന്നോട്ട് നയിക്കുന്ന ഘടകം. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ ഒരു പോസിറ്റീവായ ആസ്പെക്ട് ഞാൻ കാണുന്നത്, കരയുദ്ധം ആരംഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇത് ഒരു യുദ്ധമായി വികസിക്കാനുള്ള സാധ്യത കുറവാണ്. ആക്ച്വൽ വാർ സംഭവിക്കണമെങ്കിൽ അമേരിക്കൻ പട്ടാളം ഇറാനിൽ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയാൽ ഒരു പക്ഷേ സ്ഥിതി മാറിയേക്കും. അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നിരന്തര സംഘർഷ മേഖലയായിട്ട് കുറെ കാലവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഡ്രോണുകളും അയച്ച് നാശനഷ്ടം ഉണ്ടാക്കുന്നതിലേക്ക് ഇരു രാജ്യങ്ങളും നിൽക്കും. അതിന്റെ എല്ലാം ദുരന്തം ലോക ജനത മൊത്തത്തിൽ അനുഭവിക്കേണ്ടി വരും. അത് ഇറാനിലെ ജനതയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രഷറിയോ മാത്രമല്ല തകരുന്നത്, ലോക ജനത മുഴുവൻ അതിന്റെ ദുരന്തം പേറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിന് ഈ ദിശയിൽ ഒരു സ്ഥിരപരിഹാരം ഉണ്ടാകുന്നതിലേക്ക് നയിക്കണം, അതിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.